ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ത്യയിലിരുന്നപ്പം ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്നോർത്ത കുറേ കാര്യങ്ങൾ യു എയിൽ വന്നപ്പോൾ ഒന്നുമല്ല എന്നെനിക്ക് തോന്നി. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിൽ ഒന്നാമത്തെ സംഭവം, അതായത് ഇന്ത്യയിൽ ഇരുന്നപ്പോൾ കയ്യിൽ ഐഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ എന്തോ സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യു എ വന്നപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഇവിടെയുള്ള പിച്ചക്കാരൻ്റെ കയ്യിൽ വരെ ഐഫോണാണ് ഗൈസ്. ഇനി രണ്ട്, നാട്ടിൽ കാറുള്ളവർ എന്തോ റിച്ച് പീപ്പിൾസ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യു എ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ 3 മാസത്തെ ശമ്പളം മതി നമുക്കൊരു കാർ എടുക്കാനായിട്ട്. പക്ഷേ ഇവിടുത്തെ ലൈസൻസ് എടുക്കണമെങ്കിൽ എൻ്റെ പൊന്ന് സാറേ. ഇനി 3, നാട്ടിൽ ലക്ഷറീസ് ആയിട്ടുള്ള കാറുകളാണെന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന പല കാറുകളും ഇവിടെ ടാക്സി ആയിട്ടാണ് ഗൈസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 4 എന്ന് പറയുന്നത്, ഞാൻ നാട്ടിൽ നിന്ന് വിചാരിച്ചത് യു എയിൽ വന്നു കഴിഞ്ഞാൽ മുടിഞ്ഞ ചൂടായിരിക്കും, നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് സംഭവം മനസ്സിലായത് ഇവിടെയും വിൻ്ററും സമ്മർ സീസണും ഉണ്ട് ഗൈസ്. വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ യു എ വരുമ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. 5, അതായത് ഞാൻ നാട്ടിൽ നിന്ന് വിചാരിച്ചത് യു എയിലൊക്കെ ഫുള്ള് അറബിക് പീപ്പിൾസ് ആയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അറബി ഒന്നും അറിയത്തില്ല, എന്ത് ചെയ്യുമെന്നൊക്കെയായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ കാര്യം മനസ്സിലായത്. അതായത് ഇവിടെ ഫുള്ള് ഇന്ത്യൻസ് ആണ് ഗൈസ്. അതായത് അറബീസിനെക്കാളിലും കൂടുതൽ ഇന്ത്യൻസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളീസാണ്. അതായത് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന പോലെ ഇനിയിപ്പം യു എ മലയാളികളുടെ സ്വന്തം നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും തന്നെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.